മഞ്ഞണിരാവും മാലാഖമാരും മംഗളഗീതം പാടുന്ന നനുത്ത രാത്രി, രക്ഷകൻ അവതരിച്ച രാത്രി, ഒരു ക്രിസ്മസിൻ്റെ നനുത്ത അനുഭവം രക്ഷാദീപമായി നമ്മുടെ കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും ഉണരുവാൻ, പ്രകാശിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമുക്ക് സ്വീകരിക്കാം. ആ കാലിത്തൊഴുത്തിൽ രക്ഷകനോട് ചേർന്ന് ആയിരുന്ന പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും അവരുടെ സ്നേഹമാധ്യസ്ഥ്യം തേടിക്കൊണ്ട് നമ്മുടെ തുടർന്നുള്ള ഈ ശുശ്രൂഷയെ സമർപ്പിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളിലും, കുടുംബങ്ങളിലും, കൂട്ടായ്മകളിലും അത്യുന്നതനായ ആ രക്ഷകൻ്റെ ദിവ്യകാരുണ്യ സ്നേഹം ഉണരട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണ ആത്മാവോടും ഈശോയെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ഒരു ഹൃദയ ചിന്ത, ഹൃദയ സ്നേഹം, ഹൃദയബന്ധം കാലിത്തൊഴുത്തിലെ ഈ ദിവ്യ രക്ഷകനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. പരിശുദ്ധ പരമമായ ദിവ്യകാരുണ്യ സ്നേഹമേ, നിത്യകാരുണ്യമേ, അനന്തകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്ന് നമുക്ക് പാടാം, പ്രകീർത്തിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഓ കർത്താവേ, രക്ഷകനായ ദൈവമേ, ഞങ്ങൾക്ക് വെളിച്ചം നൽകുന്ന രക്ഷാദീപമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാളൊക്കെ ഉപരി ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കട്ടെ. അങ്ങാണ് ഞങ്ങളുടെ നാഥൻ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ പരിപാലകൻ. അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ കർത്താവേ. അങ്ങേക്കെന്നും സ്തുതിയും ആരാധനയും മഹത്വവും. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. കർത്താവേ, ഈ ലോകബന്ധങ്ങളെക്കാൾ, ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളെക്കാൾ ഒക്കെ ഉപരി അങ്ങയെ സ്നേഹിക്കുവാൻ ഇതാ ഞങ്ങൾ ഒരുങ്ങുന്നു കർത്താവേ. കാരണം മാറ്റമില്ലാത്ത സ്നേഹം അങ്ങാണല്ലോ. ബാക്കി ലോകത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും കടന്നു പോകും, അകന്നു പോകും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ, ഞങ്ങളങ്ങേ സ്തുതിച്ചു മഹത്വപ്പെടുത്തട്ടെ. ഓ കർത്താവേ, അങ്ങേക്കെന്നും ആരാധന. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോകബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. വീണ്ടും പാടി ആരാധിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ ദിവ്യകാരുണ്യ സ്നേഹിതനോട്, നിത്യകാരുണ്യമായി, അനന്തകാരുണ്യമായി കൂടെ വസിക്കുന്ന കർത്താവിനോട് ഒരു ഹൃദയാരാധന ഉണരട്ടെ. സ്നേഹമുള്ളവരെ, ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ കർത്താവു തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അതിൻ്റെ വേരുകൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അത് യഥാകാലം ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഒന്ന് ധ്യാനിക്കാം നമുക്ക്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ കർത്താവു തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അതിൻ്റെ വേരുകൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അത് യഥാകാലം ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവുമായി അല്ലെങ്കിൽ നമ്മളായി ഈ വൃക്ഷത്തെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് ധ്യാനിക്കുന്ന നല്ലതാണ്. ഈ വൃക്ഷം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമായി ഒന്ന് കാണുക. ഈ വൃക്ഷത്തെ ഒന്ന് ധ്യാനിക്കുക. എന്താ കാണുന്നത്? അത് ആറ്റുതീരത്ത് നടപ്പെട്ടതാകയാൽ അതിൻ്റെ വേരുകൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പ്രത്യേകത? അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്.
കാരണം വേരുവെള്ളത്തിലാ. ഇനി ഏതു വേനൽക്കാലം വന്നാലും ഈ വൃക്ഷത്തിന് ഭയമില്ല, കാരണം വേരുവെള്ളത്തിലാ. അത് യഥാകാലം ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു, കാരണം അതിൻ്റെ വേര് വെള്ളത്തിലൂന്നിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ബാക്കി എല്ലാ വൃക്ഷങ്ങളും ഒരുപക്ഷെ വെയിലേറ്റൊക്കെ വാടിത്തുടങ്ങുമ്പോൾ, വലിയ ഫലങ്ങളൊന്നുമില്ലാതെ ശുഷ്കിച്ച് നിൽക്കുമ്പോൾ, ഇലകളൊക്കെ കരിഞ്ഞു ഇരിക്കുമ്പോൾ, ഇതാ ഈ വൃക്ഷം മാത്രം പച്ചച്ച് നിൽക്കുകയാണ്. എന്താ കാരണം? വേര് വെള്ളത്തിലൂന്നിയിരിക്കുന്നു. എൻ്റെ സ്നേഹമുള്ളവരെ, ഇതിൻ്റെ ഒരു 2 തലം നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മുടെ ജീവിത വേരുകൾ പരിശുദ്ധ കുർബാനയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ആ നിത്യജീവന്റെ അപ്പത്തിൽ നിന്നും ഓജസ്സും തേജസ്സും ഊർജവും കൊണ്ട് നമ്മുടെ ജീവിതം പുഷ്ടി പ്രാപിക്കും. എന്നും സമൃദ്ധിയായി ഇലചൂടി യഥാകാലം ഫലങ്ങൾ നൽകി വേനൽക്കാലത്തെ ഭയപ്പെടാതിരിക്കും. കാരണം ദിവ്യകാരുണ്യത്തിൻ്റെ ഊർജം അത് ലഭ്യമാകുന്നത് എങ്ങനെയാണ്? തിരുസഭയിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ബലിയർപ്പണ വേദിയിൽ വൈദികൻ പ്രാർത്ഥിക്കുന്നില്ലേ? സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ, കണ്ടോ, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭ, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭ തിരുസഭ, ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭ. എൻ്റെ പ്രിയമുള്ളവരെ, സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, തിരുസഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ തിരുസഭയിലൂടെ ഒഴുകിയിറങ്ങുന്ന കൗദാശിക ഊർജം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ വഴിത്താരകളെ അനുഗ്രഹ സമ്പന്നമാക്കും. എപ്പോഴും സമൃദ്ധിയുടെ നിറവായി, എപ്പോഴും അനുഗ്രഹത്തിൻ്റെ വഴിച്ചാലായി, എപ്പോഴും ഒന്നിനെയും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്നവരായി നീങ്ങുവാനുള്ള വരപ്രസാദം നമ്മൾ നിറയുന്നത് തിരുസഭയിലൂടെ ഒഴുകിയിറങ്ങുന്ന കൂദാശകളുടെ ഊർജമാണ്. പരിശുദ്ധാത്മാവ് ഓരോ കൂദാശയിലും മുദ്ര ചെയ്ത് നമ്മളെ നയിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സത്യത്തിൽ നിന്നും നമ്മൾ ഒരുപക്ഷെ, ഈ ബോധ്യത്തിൽ നിന്നും നമ്മൾ ഒരുപക്ഷെ അകന്നു പോകും. കാരണം എന്നറിയാമോ? പലപ്പോഴും സഭ, ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണെന്ന്. സഭയെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന്. നമുക്ക് ജീവൻ ലഭ്യമാകുന്നത്, നമുക്ക് സമൃദ്ധിയും അനുഗ്രഹവും നമ്മുടെ ജീവിതം പച്ചച്ചു നിൽക്കുന്നതിൻ്റെ കാരണം സഭയാണെന്ന്, സഭാമാതാവിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ് പലപ്പോഴും മറന്നു പോവുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നു, നമ്മളിന്ന് ധ്യാനിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ ഈ രക്ഷാദീപത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളെ ദൈവീക ജ്ഞാനത്താൽ നിറയ്ക്കട്ടെ, ദൈവീക ജ്ഞാനത്താൽ നിറയ്ക്കട്ടെ. അതേ പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. ജ്ഞാനികൾ വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ജ്ഞാനികൾ വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യം. ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവീക ജ്ഞാനം നമ്മളിൽ ശുഷ്കമായാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവീക ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവീക ജ്ഞാനത്താൽ നമ്മൾ നിറയപ്പെട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം നശിക്കും. അതാ ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 22 പറയുന്നത്, ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അപ്പോൾ ഈ ദൈവിക ജ്ഞാനം എന്താണ്? ദൈവിക ജ്ഞാനം, ദൈവിക ജ്ഞാനത്തിൻ്റെ ഉൾപ്പൊരുൾ ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം ആ ജ്ഞാനത്തിൻ്റെ ഉൾത്തലം, ഒരു ഗാനത്തിൻ്റെ ശകലം. ആ ഗാനശകലം എങ്ങനെയാണ്? നമ്മളെല്ലാം പാടിയിട്ടുള്ള പാട്ടാ ഒരു ഗാനശകലം. അത് ഇപ്രകാരമാണ്: പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ,
അപ്പോൾ പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ദൈവിക ഭാവത്തിൻ്റെ ആ ദാനമാണ് ജ്ഞാനം. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ബാറൂക്കിന്റെ പുസ്തകം പറയുന്നത്, ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവീക ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കണം, ദൈവീക ജ്ഞാനമുള്ളവരായി മാറണം. കാലത്തിൻ്റെ ഗതിവിഗതികൾ തിരിച്ചറിഞ്ഞ് കാലത്തിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ദൈവീക ജ്ഞാനത്തോടെ ഓരോന്നും കണ്ടറിയണം. അത് ലഭ്യമാകുന്നത് എവിടെ നിന്നറിയാമോ? ദൈവീക ജ്ഞാനം ലഭ്യമാകുന്നത് അത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, അത് നമ്മളൊരു ഗാനരൂപേണ ചിന്തിക്കുകയാണ്. എങ്ങനെ? കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. കുർബാന പരികർമ്മം ചെയ്ത് അവസാന നിമിഷം ആശീർവാദം തരുമ്പോൾ വൈദികൻ പാടുകയാ, കർത്താവ് ഈശോ മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. എന്താണ് ദാനങ്ങൾ? ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വർഷിക്കപ്പെടുന്ന നിമിഷമാണ് ബലിയർപ്പണ നിമിഷം. ഒരു ദിവ്യകാരുണ്യനാഥൻ, ഒരു ദിവ്യകാരുണ്യം സ്നേഹം പകർന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ, ഫലങ്ങളാൽ, വരങ്ങളാൽ നമ്മൾ നിറയപ്പെടുന്നു. എൻ്റെ സ്നേഹസഹോദരങ്ങളെ, ഈ കൂദാശയിലൂടെയാണ് നമുക്ക് ജീവൻ ലഭ്യമാകുന്നത്, ജ്ഞാനം ലഭ്യമാകുന്നത്, അറിവ് സംലഭ്യമാകുന്നത്. ഈ കൂദാശ സഭയിലൂടെ ലഭ്യമാകുന്നു. അതുകൊണ്ട് തിരിച്ചറിയാം, തിരുസഭയെ സ്നേഹിക്കുന്ന ഒരു മനസ്സ്, ഒരു ഹൃദയം നമുക്കുണ്ടാകണം. നമുക്കറിയാമല്ലോ, എഫേസ്യസ് 5:27 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാ കാണുന്നത്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവിൻ. സ്നേഹമുള്ളവരെ, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. അപ്പൊ നമ്മൾക്ക് ഈ കർത്താവിൻ്റെ അഭീഷ്ടം തിരിച്ചറിയണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം സംലഭ്യമാകുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. കുർബാന എങ്ങനെ ലഭ്യമാകുന്നു? തിരുസഭയിലൂടെയാണ് കുർബാന പരികർമ്മം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ഇതെല്ലാമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു അനുഭവമാണ് എങ്കിൽ നമ്മളിലെ ജീവിതം എപ്പോഴും സമൃദ്ധമായി, അനുഗ്രഹമായി, അഭിഷേകമായി മാറും. ദൈവം എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചോ അതിൻ്റെ പൂർണ്ണതയിൽ വളരുവാൻ ഈ സ്നേഹ ഊർജത്തിൻ്റെ വഴിച്ചാലുകൾ അത് നമ്മളെ തെളിയിച്ച്, ആ വഴിച്ചാലുകൾ തെളിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. എന്താണ് തിന്മയുടെ ദിനങ്ങൾ? എവിടെയും അരക്ഷിതമായ അവസ്ഥ എന്ന് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. എവിടെയും അരക്ഷിതമായ അവസ്ഥകൾ, അസ്വസ്ഥത, സ്നേഹം വറ്റിവരണ്ടു പോകുന്നു, വിദ്വേഷം നിറയുന്നു, പക നിറയുന്നു. പല കാരണങ്ങളാലൊക്കെ പരസ്പരം നമ്മൾ ഭിന്നതയുടെയും കലഹത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ സംജാതമാകുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ദിവ്യ കാരുണ്യ സ്നേഹം ഹൃദയത്തിൽ നിറയ്ക്കുക. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതാ ദുഷ്ടാരൂപി കെണി വിതയ്ക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ. വിദ്വേഷോ, വഞ്ചനയോ, പകയൊക്കെ നിറയ്ക്കുന്ന അവസ്ഥ. നമ്മൾ ജ്ഞാനികളാകണം, ജ്ഞാനത്തോടെ ആയിരിക്കണം, ദൈവിക ജ്ഞാനത്തോടെ ആയിരിക്കണം. ദുഷ്ടാരുടെ ഓരോ കുടിലതന്ത്രങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ നമ്മൾ മനസ്സുള്ളവരായി മാറണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എളിമയുടെയും വിനയത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ദൈവിക ഭാവങ്ങൾ. അതാണല്ലോ പുൽക്കുടിലെ ദൃശ്യം. നമ്മൾ കാണുന്നില്ലേ? വിനയത്തിൻ്റെ മാതൃക നൽകി ഈശോ എഴുന്നള്ളി. അവൻ ദിവ്യകാരുണ്യമായി മാറുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാ. പ്രിയമുള്ളവരെ, ആ ജീവന്റെ ഭോജ്യം നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് പാടുകയാ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ പരവുമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഈ ദിവ്യകാരുണ്യ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, പകയോ അല്ലെങ്കിൽ വെറുപ്പോ, ഇതൊക്കെ സ്വാഭാവികമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, അതൊക്കെ അലിഞ്ഞലിഞ്ഞില്ലാതായി മാറട്ടെ. ഈ പുൽക്കുള്ളിൽ രക്ഷാദീപത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശപൂരിതമാക്കട്ടെ. നമ്മുടെ ഹൃദയത്തെ നമുക്കൊരിക്കൽ കൂടി പാടി പ്രകീർത്തിക്കാം. പരിശുദ്ധ പരവുമാം ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. എൻ്റെ സ്നേഹമുള്ളവരെ, ഞാൻ കഴിഞ്ഞ എൻ്റെ എളിയ ശുശ്രൂഷ വേദികളിലൊക്കെ പറയാറുണ്ട്, ഗാനരചനാ മേഖലയിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. കാരണം ഇതൊരു കാര്യസ്ഥം, അതിലേക്ക് കൂടുതൽ ഗാനരചനാ മേഖല, അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് അനുഗ്രഹിക്കുന്നു. കുറേയേറെ ഗാനങ്ങൾ എഴുതുവാൻ കർത്താവിൻ്റെ കൃപ എന്നെ അനുഗ്രഹിച്ചു, കർത്താവ് നൽകി. പല ഗാനങ്ങളും ഇങ്ങനെ എഴുതുമ്പോൾ ഒരിക്കൽ ഒരു ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ സ്നേഹത്തോടെ ഒരു അഭിമുഖം നടത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, അതിപ്രകാരമായിരുന്നു, ബ്രദറെ ബ്രദർ ഇങ്ങനെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എന്നിട്ട് സഭയിൽ നിന്ന് വല്ലോ അംഗീകാരമോ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ, അതെന്നെ അവരൊന്നും കൂടുതൽ മൈൻഡൊന്നും ചെയ്യാത്തത് എന്ന രീതിയിൽ അവർ ഈ റിപ്പോർട്ടർ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ സഭയുടെ നീക്കങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും വാക്കുകൾ വരണം, ഇതാണ് ആ സുഹൃത്ത് ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നി. ഞാൻ സ്നേഹത്തോടെ ആ സഹോദരനോട് പറഞ്ഞു, എൻ്റെ സഹോദര, എനിക്കെന്താ അവാർഡ്, എനിക്കെന്താ അംഗീകാരം? തിരുസഭയിൽ അംഗമായി എന്ന ഒറ്റ കാരണമാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. സത്യസഭയിൽ, എൻ്റെ കർത്താവ് സ്ഥാപിച്ച സഭയിൽ, ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിൽ, സകല സൗഭാഗ്യങ്ങളും നന്മകളും മുടിച്ചൂടി നിറയ്ക്കുന്ന ഈ സഭയിൽ അംഗമായി എന്നുള്ളതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ്. സഭ കാരണമല്ലേ, ആ സഭയുടെ അനുഗ്രഹ ആശസ്സുകളല്ലേ എൻ്റെ എളിയ ജീവിതത്തിൽ ഈ രചനാ മേഖലയിലോ അല്ലെ സംഗീത മേഖലയിലെയോ കൃപയായി നിറയുന്നത്, ഊർജമായി നിറയുന്നത്. അപ്പോൾ സഭ എന്നെ താങ്ങുന്നില്ല, സഭയൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് കള്ളമല്ലേ പറയുന്നത്? അതേ പ്രിയമുള്ളവരെ, നമ്മളെല്ലാം തിരിച്ചറിയണം, നമ്മളൊക്കെ ആയിരിക്കുന്നത് ഈ സഭയിലൂടെ ഒഴുകിയിറങ്ങുന്ന കർത്താവിൻ്റെ ആശീർവാദമാണ്. അതിന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതോ കേവലം പാവപ്പെട്ട വൈദികരെയാ. നമ്മൾ തിരിച്ചറിയുക, ഇതിൻ്റെയൊക്കെ ഉൾ രഹസ്യം ദൈവീക ജ്ഞാനത്തോടെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും അവിടെയോ ഇവിടെയോ ഒക്കെ ചില ഏറ്റക്കുറിച്ചിലുകളോ ചാഞ്ചാട്ടങ്ങളോ ചില തളർന്നു വീഴുന്ന അവസ്ഥകളൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കോപാകുലരായി മാറും. അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവരെന്തായി കാണിക്കുന്നത്? മറിച്ച് അങ്ങനെയല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. മറിച്ച് സ്വാഭാവികമാണ്, നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ പ്രിയ സ്നേഹിതരെ, സവിനയം പറയട്ടെ, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവ് എങ്ങനെ ഇതിനെല്ലാം കാണുന്നു എന്നുള്ള രീതിയിലാണ്. ദിവ്യകാരുണ്യം, അവൻ സ്നേഹമാണ്. നമുക്കറിയാം, തേൻകട്ട ഒടിച്ചാലും മുറിച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും അതിൽ നിന്ന് തേനേ വരൂ. ഞാൻ എൻ്റെ കർത്താവിനെ പഴി പറയുമ്പോഴും, എൻ്റെ കർത്താവിനെ കുറ്റപ്പെടുത്തുമ്പോഴും, എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ അകലുമ്പോഴും, കർത്താവിനെ ദുഷിച്ച് സംസാരിക്കുമ്പോഴും, കർത്താവിനെ നിന്ദിക്കുമ്പോഴും, കർത്താവിനെ അവഹേളിക്കുമ്പോഴും കർത്താവിൽ നിന്ന് ആ കരുണയൊഴുകും, ആ സ്നേഹമൊഴുകും. അവൻ ദിവ്യകാരുണ്യമാണ്. ആ കർത്താവ് തന്നെയാണ് സഭയിലൂടെ എന്നെയും നിന്നെയും കാത്തിരിക്കുന്നത്. അതായത് ഒരു കുഞ്ഞ് സഭയ്ക്കെതിരെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയമാണ് നൊമ്പരപ്പെടുന്നത്. കാരണം കർത്താവാണ് സഭ, ക്രിസ്തുവാണ് സഭ. അതുകൊണ്ട് സഭയ്ക്കെതിരെ ഞാൻ പുലമ്പുമ്പോൾ, ഞാൻ ആക്രോശിക്കുമ്പോൾ എൻ്റെ കർത്താവിനെതിരെയാ. എന്തുകൊണ്ടാണ് ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവും എന്ന് സഭയെ വിളിക്കുന്നത്? സഭയെ നയിക്കുന്നത്
പരിശുദ്ധാത്മാവാണ് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കേവലം അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലേക്ക് നോക്കി നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷം നിറയ്ക്കരുത്. ദുഷ്ടാരൂപി എന്താ ശ്രമിക്കുന്നത്? ഭിന്നിപ്പുണ്ടാക്കുക, അസ്വസ്ഥത, പക, വിദ്വേഷം, വെറുപ്പ്. അത് ദുഷ്ടാരൂപിയുടെ ഫലങ്ങളാണ്. ദുഷ്ടാരൂപി ഫലങ്ങൾ ചെയ്യുന്നത് അത്. നമ്മളെന്താ ചെയ്യേണ്ടത്? ദിവ്യ കാരുണ്യ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ സ്നേഹം പങ്കുവെക്കുക. അതുകൊണ്ട് നമ്മൾ കണ്ടില്ലേ, പുല്ലുവഴിയില് റാണി മരിയ എന്ന ഒരു സന്യസ്ത, ആ സന്യാസിനി ഇൻഡോറിൽ കുത്തേറ്റ് പിടഞ്ഞു വീണ് മരിച്ചു. ആ നിശ്ചല ശരീരം സ്വർഗമുറ്റു നോക്കി. അതേ പ്രിയമുള്ളവരെ, ആ ഘാതകൻ ഒരിക്കൽ കേരള മണ്ണിലെത്തി. പുല്ലുവഴിയിൽ ചെന്നാൽ അവിടെ മ്യൂസിയം ഉണ്ട്, റാണി മരിയ മ്യൂസിയം. അവിടെ ചെന്നാൽ കാണാൻ പറ്റും, അവിടെ ഒരു ചെറിയ പാത്രത്തിനുള്ളില് ഒരു മൺകട്ട. എന്താണ് ആ മൺകട്ടിന്റെ പ്രത്യേകത? അത് കേരളത്തിലെ മണ്ണല്ല, ഇൻഡോറിലെ മണ്ണാണ്. എന്താണ് അത് കൊണ്ടുവരാൻ കാരണം? ആ ഇൻഡോറിലെ മണ്ണിൽ റാണി മരിയുടെ രക്തം പുരണ്ടു, അല്ലെങ്കിൽ ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. അത് മൺകട്ടയായി രൂപം പ്രാപിച്ചു. അങ്ങനെ ഇൻഡോറിലെ മണ്ണ് ഇതാ പുല്ലുവഴിയിലെ മ്യൂസിയത്തിലേക്ക് മാറ്റപ്പെട്ടു. റാണി മരിയ കുത്തേറ്റ് പിടഞ്ഞ് വീണപ്പോൾ ഒഴുകിയ രക്തം മൺകട്ടയായപ്പോൾ ആ മൺകട്ടയ്ക്ക് വിലയുണ്ടായി. അതിന് പൂർണ്ണത വന്നപ്പോഴാണ് ആ ഘാതകനായ മകൻ പുല്ലുവഴിയിലേക്ക് കടന്നു വന്നു. റാണി മരിയെ കൊല ചെയ്ത ഘാതകൻ പുല്ലുവഴിയിലേക്ക് കടന്നു വന്നപ്പോൾ റാണി മരിയുടെ അപ്പനും അമ്മയും സഹോദരിയും ആ ഘാതകനെ നെഞ്ചോട് ചേർത്ത് മകനായും കൂടപ്പിറപ്പായും സ്വീകരിച്ചപ്പോൾ അവിടെ സുവിശേഷം പെയ്തിറങ്ങി. അതാണ് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനിയുടെ സുവിശേഷം. അല്ലാതെ എൻ്റെയും നിന്റെയും ജീവിതത്തിൽ വിദ്വേഷം നിറച്ചാൽ ഞാൻ അശുദ്ധനായി തീരും, നീ അശുദ്ധനായി തീരും. കാരണം വിദ്വേഷം വളർന്ന് പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ, ഈ പുതുവത്സരത്തിൻ്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടുക. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി ഉരിഞ്ഞു മാറ്റിയിട്ട് ഒരു സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകുന്ന ഒരു തുറന്ന മനസ്സായി, പുസ്തകമായി മാറുക. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും മനസ്സിലാക്കണം. ഒരുപക്ഷെ സഭയ്ക്കെതിരെ ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടി വൈദികൻ കരമുയർത്തുന്നുണ്ട്. എങ്ങനെയാ? ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും, അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും, അങ്ങയുടെ നാമത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും. കേട്ടോ, വൈദികൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? അങ്ങയെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഞാൻ സഭയെ കുറ്റപ്പെടുത്തുമ്പോഴും, ഞാൻ പഴി പറയുമ്പോഴും, ഞാൻ വിദ്വേഷം വച്ച് പുലർത്തുമ്പോഴും എനിക്കും വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു വൈദികൻ. എന്നിട്ട് ആ വൈദികൻ പറയുന്നത് എന്താ? അയോഗ്യനായ എനിക്ക് വേണ്ടിയും. വൈദികന് ബോധ്യമുണ്ട് അയോഗ്യനാണെന്ന്. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും വൈദിക സന്യസ്ത തലങ്ങളിലേക്കുള്ള എൻ്റെയും നിൻ്റെയും കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാ? ഉണ്ടെന്നേ, വീഴ്ചകളൊക്കെ ഉണ്ട്, കുറവുകളുണ്ട്. നമ്മൾ പലപ്പോഴും വൈദികരുടെ ചെയ്തികളെ നിശിതമായി വിമർശിക്കുമ്പോഴും, ഞാനും ഒരു എളിയ ആത്മാവനാ, ഞാനും വിശ്വാസിയാ, ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ, അവരെ തള്ളിപ്പറയുമ്പോൾ, അവരെ തള്ളിക്കളയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ടോ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ആ വൈദികർക്ക് വേണ്ടി, എൻ്റെ ഇടവ വൈദികന് വേണ്ടി ഞാൻ എത്ര നേരം മുട്ടുകുത്തുന്നുണ്ട്? എൻ്റെ വികാരീച്ചിന് വേണ്ടി ഞാൻ മുട്ടുകുത്തുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി, എൻ്റെ ഈശോ, എൻ്റെ കർത്താവേ, നിത്യപുരോഹിതനായ ഈശോയെ, എൻ്റെ വൈദികനെ കാത്തോളണമേ എന്ന് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പക്ഷേ ഹൃദയപൂർവ്വമുള്ള ഒരു പ്രാർത്ഥന, നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടോ? അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നഷ്ടം നമുക്ക് തന്നെയാ. മർജുഗോറിയയിലെ പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, എൻ്റെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങൾ ഉണർവോടെ ഇരിക്കുക. എൻ്റെ ശത്രു സാത്താൻ അവൻ അലറി വിളിച്ച് നടക്കുകയാ. അവൻ്റെ ലക്ഷ്യം വൈദികരെ പിഴുതെറിയുക, വൈദികരെ മറിച്ചിടുക. ഒരു വൈദികൻ ഒന്ന് മറിഞ്ഞു വീണാൽ 10,000ങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുമല്ലോ. അതാണ് ദുഷ്ടാരൂപിയുടെ ലക്ഷ്യം. അതുകൊണ്ട് എൻ്റെ സ്നേഹ സഹോദരങ്ങളെ, നമുക്കൊരു വലിയ ദൗത്യമുണ്ട്.
ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്കു വേണ്ടി, ആഗോള സഭയ്ക്കു വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി, അഭിവന്ദ്യ കർദിനാൾ തിരുസംഘത്തിന് വേണ്ടി, അഭിവന്ദ്യ മെത്രാന്മാർക്ക് വേണ്ടി, സ്നേഹം പറഞ്ഞ വൈദികർക്ക് വേണ്ടി, എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി, എല്ലാ സന്യാസിനികൾക്ക് വേണ്ടി, എല്ലാ സന്യാസിനി ആർത്തിനികൾക്ക് വേണ്ടി, എല്ലാ മിഷണറിമാർക്ക് വേണ്ടി, എല്ലാ ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയ സ്നേഹം ഉണരാമോ? നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സഭ അനുഗ്രഹത്തിൻ്റെ നിറവായി മാറും. മറിച്ച് ഇപ്പോഴെന്താ നമ്മൾ കാണുന്നത്? നമ്മുടെ ഹൃദയത്തിൽ അവരിവരെ നോക്കണ്ട, എൻ്റെ ഹൃദയത്തിൽ എന്താണ്? പക, വിദ്വേഷം. സഭ അങ്ങനെ ചെയ്യുന്നു, സഭ ഇങ്ങനെ ചെയ്യുന്നു. മറിച്ച് നമ്മൾ എളിമയുള്ളവരാണെങ്കിൽ ഈ റാണി മരിയയുടെ അപ്പനും അമ്മയും ചെയ്തതുപോലെ പ്രതികൂല അവസ്ഥയിൽ കടന്നു വരുന്നവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാൻ, എൻ്റെ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ മനസ്സായാൽ, പ്രിയമുള്ളവരെ, അത് ദൈവസ്നേഹമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ നൽകുന്നെന്ന് പറഞ്ഞ് ജ്ഞാനസ്നാനം തരുമ്പോൾ, പ്രിയമുള്ളവരെ, സഭയുടെ കുഞ്ഞായി മാറുകയാണ്. നമുക്ക് ഒരു ഈ വചനം ധ്യാനിക്കാം. അത് ഇപ്രകാരമാണ്. നിയമാവർത്തനം 4-ാം അധ്യായം 40-ാം വാക്യം ശ്രദ്ധിക്കണമേ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവിൻ. അപ്പോൾ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുമ്പോൾ നമുക്ക് ദീർഘായുസ്സും സമൃദ്ധിയും ഉണ്ടാകും. വീണ്ടും നമ്മൾ മനസ്സിലാക്കുക എന്താണ്? 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണങ്ങളായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ഉണ്ടാകും. അവസാന നാളുകളിൽ ക്ലേശപൂർണങ്ങളായ സമയങ്ങൾ വരും. ക്ലേശപൂർണങ്ങളായ സമയങ്ങൾ. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികൾ, അഹങ്കാരികൾ, ഗർവിഷ്ഠർ, ദൈവദൂഷകർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. പ്രിയമുള്ളവരെ, ഒരു ഉൾരഹസ്യം ദൈവിക ജ്ഞാനത്താൽ നമ്മളൊന്ന് ധ്യാനിക്കുന്ന നല്ലതാ. മാതാപിതാക്കളെ അനുസരിക്കുക. അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മുടെ അപ്പനെ അമ്മനെ ബഹുമാനിക്കുന്നുണ്ടല്ലോ. ഒരു വ്യക്തി പിതാവിനെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാണാം, നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം മാതാപിതാക്കന്മാരുള്ള കടമകൾ. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്ന് വീണ്ടും പറയുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. ഇനി കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാകരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. എത്രയോ ആഴമായ ദൈവത്തിൻ്റെ കൽപ്പനകളാ പ്രിയമുള്ളവരെ, പ്രമാണം. അപ്പനെ അമ്മയെ നീ ബഹുമാനിച്ചോ, നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിനക്ക് സമൃദ്ധി ഉണ്ടാകും. അപ്പനെ അമ്മയെ നീ ബഹുമാനിച്ചാൽ നിന്റെ മക്കൾ നിന്നെ അനുസരിക്കും, സന്തോഷിപ്പിക്കും. നിനക്ക് ദീർഘായുസ് കിട്ടും, നിനക്ക് സമൃദ്ധി കിട്ടും. അപ്പോൾ ഈ അപ്പൻ
മാതാപിതാക്കന്മാരിലെ പിതാവിനെ എടുക്കുക. അപ്പൻ, എനിക്ക് ജന്മം നൽകിയ അപ്പൻ മാത്രമല്ല, സ്വർഗസ്ഥനായ പിതാവായ ഒരു അപ്പൻ എനിക്കുണ്ട്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന അപ്പൻ, ആ അപ്പനെ ഞാൻ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം. എനിക്ക് ജന്മം നൽകിയ അപ്പനെ ഞാൻ അനുസരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഒപ്പം മൂന്നാമതൊരപ്പനുണ്ട്. അത് 3 വേഷനാ. മൂന്നാമത്തെ അപ്പൻ ആരാ? അതിലേക്കാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, കുംഭസാരത്തിനുള്ള ഒരുക്കം പ്രാർത്ഥനയുണ്ട്. അതൊന്ന് ധ്യാനിക്കാം നമുക്ക്. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപകയോന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. ഇവിടെ പറയുന്നു, വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും. അവിടെ ഒരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. ആരാണ് ആ പിതാവ്? 1 സ്വർഗസ്ഥനായ പിതാവ്, 2 എനിക്ക് ജന്മം നൽകിയ പിതാവ്, 3 കുംഭസാരക്കൂട്ടിനൊരു പിതാവുണ്ട്. പിതാവേ അങ്ങയോടും. നമ്മൾ പലരും കരുതിയിരിക്കുന്നത് അത് സ്വർഗസ്ഥനായ ദൈവത്തോട് പറയുന്നതെന്നാണ്. പക്ഷെ അത് ആദ്യം പറയുന്നുണ്ട്, സർവശക്തനായ ദൈവത്തോടെന്ന് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പിതാവേ അങ്ങയോടും എന്ന് പറയുന്നത് ആരോടാ? അത് പ്രിയമുള്ളവരെ, അത് കുംഭസാരക്കുള്ളിരിക്കുന്ന വൈദികനെ വിളിക്കുന്ന പിതാവേ എന്ന്. കാരണം വൈദികനാണ് ഒരു കുഞ്ഞിനെ സഭയിലേക്ക് ജനിപ്പിക്കുവാൻ ദൈവം നിയോഗിച്ച വ്യക്തി. വൈദികന്റെ മാമോദീസായിലൂടെയാണ് ഒരു കുഞ്ഞ് സഭയിലേക്ക് ജനിക്കുന്നത്. അപ്പോൾ ഈ വൈദികൻ അപ്പനാണ്. വൈദികൻ അപ്പനാണ്. അവന് അറിവ് കുറവാണെങ്കിലും നീ സഹിഷ്ണുത കാണിക്കുക. നിന്റെ പ്രാർത്ഥനയും നിന്റെ പരിചരണവും നിന്റെ ആദരവും സ്നേഹവും അംഗീകാരവും ഉണ്ട്, വേണം അതിനു വേണ്ടി, പിതാവിന് വേണ്ടി. അപ്പോൾ മനസ്സിലാക്കുക, വൈദികൻ. കാരണം എൻ്റെ ജനനം മുതൽ എൻ്റെ മരണത്തിൻ്റെ അങ്ങേ നിമിഷം വരെ എൻ്റെ കൂടെ നിൽക്കുന്നവനാണ് വൈദികൻ. മറ്റാരും ഉണ്ടാകുകയില്ല, വൈദികൻ കൂടെ നിൽക്കുന്നു. ഇനി മാതാവ്, അതും 3 വേഷൻ. 1 പരിശുദ്ധ മറിയം, എൻ്റെ അമ്മ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ തന്നേ അമ്മ. 2 എനിക്ക് ജന്മം നൽകിയ എൻ്റെ പെറ്റമ്മ. 3 തിരുസഭ. മനസ്സിലാക്കുക, പിതാവായ ദൈവം, എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവ്, 3 വൈദികൻ എന്ന എൻ്റെ പിതാവ്. അപ്പോൾ ഈ 3 തലം, ഒപ്പം പരിശുദ്ധ കന്യാമറിയം, എനിക്ക് ജന്മം നൽകിയ അമ്മ, എൻ്റെ പെറ്റമ്മ, 3 തിരുസഭ. ഇത്രയും തലവും ചേർന്നതാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന കൽപ്പനയുടെ പൂർണ്ണത. നമ്മളൊരു പക്ഷേ ഇത്രയും കരുതിയിട്ടുണ്ടാവില്ല. സഹോദരങ്ങളെ, ഈ ഭാഗം, ഇത്രയും തലം നമ്മുടെ വളരെ കൃത്യമായി നമ്മൾ ചേർത്ത് വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ അപ്പന് കുറവുണ്ടാവുന്നേ. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായി ഈ ചാച്ചൻ്റെ പാദം ചുംബിച്ച് ഞാൻ അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ ഇറങ്ങി അതിനുശേഷം ഞാൻ ചെയ്ത വർക്ക്, പ്രിയമുള്ളവരെ, എറണാകുളത്ത് ഒരു ഗാനം, തരങ്കിണിയുടെ യേശുദാസ് പാടിയ ഒരു ഗാനത്തിൻ്റെ റെക്കോർഡിങ്ങിൽ അതിൽ എൻ്റെ ഒരു ഗാനം ഉൾപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ജെർസൺ ആൻ്റണി എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ഈണം പകർന്ന് പാടി യേശുദാസ് പാടുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ സംഭവത്തിന് ശേഷം കിട്ടിയത്. പിന്നീട് ഞാൻ എവിടെ പോകുമ്പോഴും ഈ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം വാങ്ങി പോകാൻ തുടങ്ങി. എന്ന് സംഭവിച്ചു, പോകുന്നിടത്തെല്ലാം സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ഒരു വലത് കൈ കൂടെ നിന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയം ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കണം. ഈ പുതുവർഷം, അല്ലെങ്കിൽ ഈ ക്രിസ്മസോട് കൂടി ചേർന്ന് നമ്മൾ നീങ്ങുമ്പോൾ, ഈ പുതുവർഷം നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന, ഉൾക്കൊള്ളുന്ന, കുറവുകൾ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അവർക്ക് ബലം പകരുന്ന ഒരു ഉണർവുണ്ടാകണം. അങ്ങനെ നമ്മുടെ ജീവിതം സഭയോട് ചേർന്ന് തിരുസഭയുടെ കുഞ്ഞുങ്ങളായി, നന്മയുടെ സാക്ഷ്യങ്ങളായി, വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ഇടവകയ്ക്കും രൂപതയ്ക്കും ദേശത്തിനും കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും തിരുസഭയ്ക്കും അനുഗ്രഹമായി മാറുന്ന ജീവിതമായി മാറുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ രക്ഷാദീപം, അതിനുള്ള പ്രകാശം നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കട്ടെ. നമ്മുടെ ജീവിതം ആരെയും പഴിച്ചുകൊണ്ടോ ആരെയും വിധിച്ചുകൊണ്ടോ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല, മറിച്ച് ദിവ്യകാരുടെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹം പങ്കുവെച്ച് മുന്നേറുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന വഴിത്താരയിലേക്ക് നീങ്ങാം. ഇന്ന് എൻ്റെ ഈ ഗാന ശുശ്രൂഷ മേഖലയിൽ ഞാൻ നീങ്ങുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ അനുഗ്രഹം എൻ്റെ മാതാപിതാക്കളിലൂടെ എനിക്ക് നൽകി. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു.
ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സഭയോടും സഹോദരങ്ങളോടും കൂട്ടായ്മകളോടൊക്കെയുള്ള നമ്മുടെ ബന്ധം ദൈവസ്നേഹത്തിൻ്റെ ബന്ധമായി മാറട്ടെ. അഭിമാനിക്കണം നമ്മൾ. ഏകമാണ് എൻ്റെ സഭ, പാവനമാണ് എൻ്റെ സഭ, ശ്ലൈഹികമാണ് എൻ്റെ സഭ, സാർവത്രികമാണ് എൻ്റെ സഭ. നമുക്ക് പാടി പ്രകീർത്തിക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം. ഈശോയുടെ സഭ, സഭയുടെ മക്കളായ നമ്മൾ അഭിമാനത്തോടെ സ്നേഹിക്കണം സഭയെ. സഭയെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, കുറവുകളും ശൂന്യതകളും ശുഷ്കതകളും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കതുകൊണ്ട് അഭിമാനപൂർവം സഭയുടെ കുഞ്ഞാണ് ഞാൻ എന്നുള്ള അഭിമാനം നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തണം. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറെ ഉണർവോടെ രക്ഷാദീപമായി എവിടെയും വിരാജിക്കണം. വീടിനും നാടിനും തിരുസഭയ്ക്കും അനുഗ്രഹമായി മാറണം. അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുങ്ങാം. രക്ഷ തിരുസഭയിലൂടെയാണല്ലോ പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കുന്നത്. യേശുവിൻ്റെ രക്ഷ തിരുസഭയിലൂടെ. അതേ പ്രിയമുള്ളവരെ, ആയതിനാൽ ഈശോ പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ, ഞാനാകുന്ന മുന്തിരിച്ചാതടിയോട് ചേർന്ന് നിൽക്കുന്നവൻ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ സഭയുടെ കൗദാശിക ഊർജം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചുയർത്തും. നമുക്ക് സഭയുടെ മഹനീയത പ്രകീർത്തിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം സ്വസ്ഥമായി മനസ്സിനെ ഏകരമാക്കുക. ഏറ്റവും ശാന്തതയോടെ ഒന്ന് ചിന്തിക്കുക. ഈ ക്രിസ്മസ് കാലം അല്ലെങ്കിൽ പുതുവത്സരത്തിലേക്ക് ഞാൻ ചുവടുകൾ വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സെങ്ങനെയാണ്? എൻ്റെ ഹൃദയത്തിൽ നീരസമുണ്ടോ? വിദ്വേഷമുണ്ടോ? എന്തിനോടെങ്കിലും ആരോടെങ്കിലും പകയും വെറുപ്പുമുണ്ടോ? ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ശൂന്യത മനസ്സിനെ ഭരിക്കുന്നുണ്ടോ? നമുക്ക് ചെറിയവരാകാം പ്രിയമുള്ളവരെ. പുൽക്കൂട്ടിൽ ജാതനായ ആ സ്വർഗീയ രാജാവിനെ പോലെ ചെറുതായി മാറാം. അങ്ങനെ വലിപ്പമുള്ളവരായി നമുക്ക് ഉണരാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏകവും പരിശുദ്ധവും ശ്രൈകീയവും സാർവത്രികവുമായ സഭയുടെ മഹനീയത സഭാമക്കളായ നമുക്ക് അഭിമാനത്തോടെ പാടി പ്രകീർത്തിക്കാം. ഏകമല്ലോ എൻ്റെ സഭ, പാവനമല്ലോ എൻ്റെ സഭ, ശ്ലൈഹികമല്ലോ എൻ്റെ സഭ, സാർവത്രികമാണെൻ്റെ സഭ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. ഏകമല്ലോ എൻ്റെ സഭ, പാവനമല്ലോ എൻ്റെ സഭ, ശ്ലൈഹികമല്ലോ എൻ്റെ സഭ, സാർവത്രികമാണെൻ്റെ സഭ. ഏകമല്ലോ എൻ്റെ സഭ, പാവനമല്ലോ എൻ്റെ സഭ, ശ്ലൈഹികമല്ലോ എൻ്റെ സഭ, സാർവത്രികമാണെൻ്റെ സഭ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. രക്ഷകനായ ഈശോ സ്ഥാപിച്ച സഭ, പത്രോസാകുന്ന പാറയിൽ ഉറച്ച സഭ, പാവനറൂഹ മുദ്രിതമാക്കി നയിച്ചിടുന്ന സഭ, ലോകം മുഴുവൻ ദീപ്തി പരത്തി വിളങ്ങും ധന്യസഭ. അതേ പ്രിയമുള്ളവരെ, സഭയുടെ മക്കളായ നമ്മൾ ഉണർന്ന് ശോഭിക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊന്നിച്ചുണരാം. രക്ഷകനാകും ഈശോ സ്ഥാപിതമാക്കിയ പുണ്യസഭ,
പത്രോസാകും പാറയിൽ എന്നും ഉറച്ചൊരു സത്യസഭ, പാവന റൂഹ മുദ്രിതമാക്കി നയിച്ചിടും എൻ്റെ സഭ. ലോകം മുഴുവൻ ദീപ്തി പരത്തി വിളങ്ങും ധന്യസഭ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. തിരുസഭയുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, തിരുസഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ ഈശോ സ്ഥാപിച്ച സഭയുടെ മക്കളായി എന്നും ഉണരുവാൻ ഞങ്ങൾക്കായി നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ. നിർമ്മല റാണി മേരി നാഥ നയിച്ചിടും എൻ്റെ സഭ, താതന്മാർ യൗസേപ്പിൻ തണലിൽ വളരുന്നെൻ്റെ സഭ. സകല വിശുദ്ധരും ഒന്നായി ചേരും സ്നേഹത്തിൻ്റെ സഭ. ലോകം മുഴുവൻ ദീപ്തി പരത്തി വിളങ്ങും ധന്യസഭ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. കൂദാശകളുടെ വെൺപ്രഭയാലെ ജ്വലിക്കുന്നു എൻ്റെ സഭ. ജ്ഞാനത്തിന്റെ പ്രബോധനമേകി നയിക്കുന്നു എൻ്റെ സഭ. ഈ തിരുസഭയുടെ കുഞ്ഞായി ഞാൻ എപ്പോഴും ദൈവകൃപയുടെ വഴിച്ചാലിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, സഭയുടെ കുഞ്ഞുങ്ങളായി അഭിമാനത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൂദാശകളുടെ വെൺപ്രഭയാൽ ജ്വലിക്കുന്നെൻ്റെ സഭ, ജ്ഞാനത്തിന്റെ പ്രബോധനമേകി ലസിക്കുന്നെൻ്റെ സഭ. നിണസാക്ഷികളുടെ രക്തം വീണു കുതിർന്നു വളർന്ന സഭ, കർത്താവിന്റെ മഹത്വം നിറയും കത്തോലിക്ക സഭ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. അഭിമാനിക്കും ഞാൻ, എന്നും അഭിമാനിക്കും ഞാൻ, തിരുസഭ തന്നെ കുഞ്ഞാണെന്നതിൽ അഭിമാനിക്കും ഞാൻ. കർത്താവേ, ഏകവും പരിശുദ്ധവും ശ്രേയവും സാർവത്രികവുമായ തിരുസഭയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥ, പരസ്പരം പ്രാർത്ഥിച്ച് ബലം പകരുന്നവരായി മാറുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരീകരണം നൽകണമേ കർത്താവേ. പുൽക്കൂട്ടിലെ ദിവ്യരക്ഷകനെ പോലെ എളിമയുടെ നിറവായി ഞങ്ങളുടെ ഹൃദയം മാറട്ടെ. ബേത്ലഹേമിലെ രക്ഷാദീപം പോലെ നന്മയുടെ പ്രകാശം പരത്തുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ കർത്താവേ. എന്നും സഭയെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്ത് നന്മയുടെ സാക്ഷ്യങ്ങളായി എല്ലായിടത്തേക്കും ദിവ്യകാരുണ്യ സ്നേഹം, ദൈവസ്നേഹം പങ്കുവെക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.